ഹലോ ഹായ്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ മുൻപേ വാ. പൂവെത്തായ് പൂവെത്തായ് നീ പൂവെക്കോയ് പൂവെത്തായ് മനം പൂവെത്ത് പൂവെത്ത് പൂവെക്കോയ് തീവെത്തായ് ഓ നീ 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 മഴയില്ലാട நான் நனைந்தேவாட என் நாளைக்குள் உன் சத்தம் நாடிக்குள் உன் ரத்தம் உயிரே ஹோ ஆரும் ஒரு சில நாளும் தனிய நாட தரையில் நீந்தும் முந்தேவா இன்னந்தேவா பூனேவா உயிரேவா முன்பேவா அன்பேவா பூப்பூவாய் பூப்பூவா நானா கேட்டேன் என்னை நானே நானியா நெஞ்சம் சொன்னதே முன்பேவா என் அன்பேவா ஊனேவா உயிரேவா. താങ്ക് യു. എന്റെ മോളെ നല്ല ഫീലായിരുന്നു അല്ലേ? നന്നായിട്ട് ഒരു എന്താ ദേവിക നമ്മളെ പാട്ട്. അതെ, നമ്മുടെ പ്രൊഫഷണൽ പാട്ടുകാരിയല്ലേ? എന്തൊക്കെയുണ്ട് ദേവിക വിശേഷങ്ങൾ? നല്ല വിശേഷം. നീ ദേവിക പാട്ട് പഠിക്കുന്നുണ്ടോ? യെസ്. എത്ര വർഷമായി 10 വർഷമായി പഠിക്കുന്നു. 10th ഒരു ബ്രേക്ക് എടുത്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. CCAക്ക് സഹോദരിക്ക് പാട്ടിന് നിന്നായിരുന്നു? CCAക്ക് ഇൻഡിവിജ്വലും ലൈറ്റ് മ്യൂസിക്കിനും ഗ്രൂപ്പിനൊക്കെ നിന്നിട്ടുണ്ട്. സഹോദരിക്ക് പാട്രിയോട്ടിക് സോങ്ങിന് നിന്നിട്ടുണ്ട്. അപ്പോൾ CCAക്ക് ലൈറ്റ് മ്യൂസിക്കിനും 3rd കിട്ടി. പിന്നെ നാടൻ പാട്ടിന് ഫസ്റ്റ് അടിച്ചു. പിന്നെ സഹോദരിക്ക് ഞങ്ങൾക്ക് പാട്രിയോട്ടിക് സോങ്ങിന് 3rd കിട്ടി. കൺഗ്രാറ്റ്സ്. താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. ഇന്റർബൗൺസിന് നമുക്ക് 3rd കിട്ടി. ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നു. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത, പക്ഷെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമ്പോൾ ഈ പ്രൈസും കൂടി വരുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് മിസ്സിന് സന്തോഷമായി, സുമാ മിസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷമായി. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇന്റർബൗൺസിന് പോയത്? ഇന്റർബൗൺസ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് അവരുടെ ഇനോഗ്രൽ സെറിമണി, പകൽപൂരം എന്നല്ലേ അവരുടെ പ്രോഗ്രാം. അവര് തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഫുൾ എന്താ പറയാ, ഒരു ഫുൾ ഡേയ്സ് എങ്ങനെയാണോ അവർ ആഘോഷിക്കുന്നത് അത് ഒരൊറ്റ സ്റ്റേജിൽ ഡാൻസ് ആയിട്ട് കാണിച്ചു. അവരുടെ ഡാൻസ് ടീച്ചർ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം അവിടെ ഒരു റോബോട്ട് ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പൊ സ്പൈക്കുട്ടൻ എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ സാധനം. പിന്നെ അവിടെ ഈ പാണ്ട അതിൻ്റെ ഒക്കെ രൂപം കിട്ടിയ ആൾക്കാർ നിൽക്കില്ലേ, അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു ഫെസ്റ്റീവ് വൈബായിരുന്നു അവിടെ. എനിക്ക് സ്പൈക്കുട്ടനെ കാണാൻ പറ്റിയില്ല. പിന്നെ വീഡിയോസിൽ ഈ റീൽസിലൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ കാണുന്ന സ്പൈക്കുട്ടൻ ഉണ്ടായിരുന്നു എന്ന്. അതെനിക്ക് കാണാൻ പറ്റാത്തൊരു സങ്കടമുണ്ട്. അടുത്ത പ്രാവശ്യം കാണാലോ, അടുത്ത പ്രാവശ്യം പോയാലോ. അടുത്ത ദിവസം സ്പൈക്കുട്ടൻ വരുമോ നമുക്കറിയില്ലല്ലോ. സ്പൈക്കുട്ടേക്കാളും വലിയൊരു സാധനമായിരിക്കും വരാൻ പോകുന്നത്. ചിലപ്പോ ആയിരിക്കും. അപ്ഡേഷൻ